അപ്പോൾ നമ്മൾ പുഞ്ചിരിച്ചു കൊണ്ടായിരിക്കാം വീട്ടിലേക്ക് കയറുന്നത്. അവർക്ക് സന്തോഷം വേണം, റാഹത്ത് വേണം. ഇങ്ങനെ നല്ല നിയത്തിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ അത് കൂലി, ഇബാദത്തായി മാറി, എല്ലാം കൂലി. കണ്ടോ, കുട്ടികളെ കാണുമ്പോൾ നമുക്ക് പടച്ചോൻ തന്ന കുട്ടിയാണിത്. ഏതൊരു കുട്ടീനെ, ഒരു പേരക്കുട്ടീനെ നമ്മൾ എടുത്തിട്ട് നമുക്ക് കരച്ചിൽ വരണം, ശരിക്ക് സന്തോഷം കൊണ്ട് കരച്ചിൽ വരണം. എങ്ങനെ? ഇതെനിക്ക് പടച്ചോൻ തന്ന കുട്ടിയാണല്ലോ, അള്ള തന്ന പേരക്കുട്ടിയാണ്, അല്ലെങ്കിൽ സ്വന്തം കുട്ടിയാണ്. എനിക്ക് അള്ളാഹു തആല എത്ര ആൾക്ക് കുട്ടികളെ കൊടുത്തിട്ടില്ല. എനിക്ക് പടച്ചോനെ ഈ ഒരു കുട്ടിനെ തന്നീലേ, ആരും കാണൊന്നും വേണ്ട. ആ കുട്ടിനെ പിടിച്ച് ഉമ്മ വെച്ചിട്ട് നമ്മളെ കണ്ണിന്ന് ഇങ്ങനെ കൽബ് പൊട്ടി ഇങ്ങനെ കണ്ണീര് ഒലിക്കണം. അത് യഥാർത്ഥ ഈമാനിലാക്കാൻ അങ്ങനെ കഴിയുള്ളൂ. അങ്ങനെ ആർക്കെങ്കിലും കണ്ണീര് വന്നാൽ അവൻ രക്ഷപ്പെടും. കാരണം അവനക്ക് ഈമാൻ ഉണ്ട്, നമുക്ക് തന്നെ മനസ്സിലാക്കാം. ഈ ഈമാൻ വെച്ച് ഞാൻ രക്ഷപ്പെടും. കാരണം അങ്ങനെ വരണം. അപ്പോൾ അള്ളാഹു ആ കുട്ടിയിൽ ബർക്കത്ത് ചെയ്യും. ഞാനൊരു കുട്ടിനെ കൊടുത്തിട്ട് അവൻ എന്നെ ഓർക്കുന്നുണ്ടല്ലോ, ഞാൻ കൊടുത്ത കുട്ടിയാണെന്ന് അവൻ ഓർക്കുന്നുണ്ടല്ലോ എന്ന ഒരു ലെവലിൽ അള്ളാഹു ആ കുട്ടിയിൽ ബർക്കത്ത്, അങ്ങനെയുള്ള കുട്ടി വലിയ മഹാനായി മാറും. മനസ്സിലായില്ലേ? എന്ന രൂപത്തിൽ നമ്മൾ ഓരോ സംഗതി അങ്ങനെ തന്നെ ചിന്തിക്കണം.